ഇത് നമ്മുടെ അവിടുത്തെ ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഇവനെ ഗോപു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇവൻ്റെ പേര് കറക്റ്റ് വേറെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ അവിടെ ബീച്ചിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പോകാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തല്ലേ. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് അപ്പോൾ അവിടെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഒക്കെ എന്തൊരു സെറ്റാണ് കേട്ടോ. സിനിമയുടെ പേര് എന്തൊക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ നമ്മളവിടെ എല്ലാവരും കൂടെ പോയിട്ട് ഒരുമിച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ലൂയിക്കുട്ടിൻ്റെ സ്വഭാവം ചെറുതായിട്ട് മാറിയിട്ടോ. അപ്പോൾ ബീച്ച് കണ്ടോടുകൂടി കടലിൽ ഇറങ്ങണമെന്നായിട്ടോ. അങ്ങനെ ലൂയിയും മിന്നയും കല്ലും കൂടെ ഇറങ്ങിയിട്ടോ. കുറച്ച് നേരം ലൂയിനെ പിടിച്ച് ഒരു ഇതൊക്കെ ഇരുത്തിയെങ്കിലും അവനിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചേട്ടൻ തനി സ്വഭാവം എടുത്താലേ വരുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചേട്ടൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ലൂയിക്കുട്ടൻ ചേട്ടനെ സോപ്പിടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അച്ചാവാന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങില്ല. മടി വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. അതിനുശേഷം അച്ഛനില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ ലൂയി പിന്നെയും കടലിൽ തന്നെ തിരിച്ചു ഓടിയിട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനും ലൂയിയുടെ ഒപ്പം ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ട് പിന്നെ നമ്മൾ ഇന്ന് ഒരു കല്യാണം ഉണ്ട് നാളെ. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ്, ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ വരെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. രാത്രിയാണ് കേട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഭാഗത്ത് എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴി അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കല്യാണ വീട്ടിലെത്തി. അവിടെ ജസ്റ്റ് എല്ലാവരും ഒന്ന് മുഖം കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഏകദേശം ലൂയി ഫുഡ് കഴിക്കുന്ന ഒരു നേരമാണ്. അപ്പോൾ ആദ്യം ചേട്ടൻ തിന്നു, ഞാൻ ലൂയിക്ക് തിരിച്ച് കൊടുത്തു. അവൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ മതിയെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ തിന്നു കേട്ടോ. ഞാൻ നെയ്ച്ചോറും ഇറച്ചിയായിരുന്നു കേട്ടോ. എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു ബിരിയാണിനോടാണ് പിന്നെ ഒരു ഇഷ്ടമുള്ളത്. അങ്ങനെ എന്തായാലും പുളിങ്കറിയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ലൂയിക്ക് വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലൂയിനെയും കൊണ്ട് അവിടെയൊക്കെ ആയിട്ട് നടന്നു. അമ്മയും കല്ലും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ്. നമ്മൾ ഇരുന്നതിന് ശേഷമാണ് അവർ ഇരുന്നത്. അപ്പോൾ ഞാൻ ലൂയിനെ കുറേ അതും ഇതൊക്കെ കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഈ ഞാനിങ്ങനെ കയ്യിൽ ഓരോന്നൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതും ഇതൊക്കെ കാണിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പിന്നെയും കാണിക്കാൻ പറയുന്നു കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഡക്കിനെ കിട്ടിയായിരുന്നു കേട്ടോ. ഈ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി കിടക്കുന്ന ഒരു ഡക്കില്. അപ്പോൾ അത് ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പായിട്ട്. അപ്പോഴേക്കും കല്ലുവിൻ്റെ അമ്മയുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ കടപ്പുറത്ത് നിന്നപ്പോൾ നമ്മുടെ നാട്ടുകാർ ഫുൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്തോ ഉത്സവം പോലെ ആയിരുന്നു കേട്ടോ അവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ വന്നപ്പോൾ. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിന്നു. നമ്മൾ കാണാത്തവരെ പല നാട്ടുകാരെയും കാണാൻ പറ്റിയിട്ടോ. കുറേ നാളായിട്ട് കാണാത്തവരൊക്കെ അവിടെ കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്നായിരുന്നു. നല്ല സുഖമായിരുന്നു. നേരെ എന്നിട്ട് വീട്ടിൽ പോയി.